1 ദിനവൃത്താന്തം അധ്യായം 19. അമ്മോന്യ രാജാവായ നാഹാഷ് മരിച്ചു. അവൻ്റെ മകൻ പകരം രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷിൻ്റെ പുത്രൻ ഹാനൂനോട് ഞാൻ ദയാപൂർവം വർത്തിക്കും. എന്തെന്നാൽ അവൻ്റെ പിതാവ് എന്നോടും കാരുണ്യപൂർവ്വം വർത്തിച്ചു. പിതാവിൻ്റെ നിര്യാണത്തിൽ ഹാനൂനെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അമ്മോന്യരുടെ നാട്ടിൽ ഹാനൂൻ്റെ അടുത്ത് അവനെ ആശ്വസിപ്പിക്കാനെത്തി. അപ്പോൾ അമ്മോന്യ പ്രമാണികൾ ഹാനൂനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ അടുത്ത് ആശ്വാസകരെ അയച്ചത് അങ്ങയുടെ പിതാവിനെ ബഹുമാനിക്കാനാണെന്ന് വിചാരിക്കുന്നുവോ? ദേശം ഒറ്റുനോക്കി അതിനെ കീഴടക്കാനല്ലേ അവർ വന്നിരിക്കുന്നത്? അതുകൊണ്ട് ഹാനൂൻ ദാവീദിൻ്റെ ദൂതന്മാരെ താടിയും ശിരസും മുണ്ടനം ചെയ്ത് അര മുതൽ പാദം വരെ അങ്കി മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. അവർക്ക് സംഭവിച്ചത് ദാവീദ് അറിഞ്ഞു. അവൻ അവരെ സ്വീകരിക്കുവാൻ ആളയച്ചു. അവർ ലജ്ജാഭരിതരായിരുന്നു. താടി വളരുന്നതുവരെ ജെറിക്കോയിൽ താമസിച്ച് തിരികെ വരാൻ രാജാവ് അവരോട് കൽപ്പിച്ചു. തങ്ങൾ ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചെന്ന് അമ്മോന്യർക്ക് മനസ്സിലായി. അവർ 1000 താലന്ത് വെള്ളിക്ക് രഥങ്ങളെയും കുതിരപ്പട്ടാളത്തെയും മെസോപ്പൊട്ടാമയ, ആരാം മാക്ക, സോബ എന്നിവിടങ്ങളിൽ നിന്ന് കൂലിക്കെടുത്തു. അവർ 30,000 രഥങ്ങൾ കൂലിക്ക് വാങ്ങി. അതുപോലെ മാക്കായിലെ രാജാവിനെയും സൈന്യങ്ങളെയും. അവർ മെദേബായ്ക്ക് മുമ്പിൽ പാളയമടിച്ചു. പട്ടണങ്ങളിൽ നിന്ന് സൈന്യത്തിലെടുത്ത അമ്മോന്യരും യുദ്ധത്തിന് പുറപ്പെട്ടു. ഇത് കേട്ട് ദാവീദ് യോവാബിനെയും ധീരയോദ്ധാക്കളുടെ മുഴുവൻ സൈന്യത്തെയും അങ്ങോട്ടയച്ചു. അമ്മോന്യർ നഗരകവാടത്തിൽ അണിനിരന്നു. അവരെ സഹായിക്കാൻ വന്ന രാജാക്കന്മാർ തുറന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചു. മുൻപിലും പിൻപിലും ശത്രു സൈന്യം അണിനിരത്തിരിക്കുന്നത് കണ്ട് യോവാബ് ഇസ്രായേലിലെ ധീരന്മാരെ തിരഞ്ഞെടുത്ത് സിറിയായ്ക്കെതിരെ ചെന്നു. ശേഷിച്ച സൈനികരെ അവൻ തൻ്റെ സഹോദരനായ അബിഷായെ ഏൽപ്പിച്ചു. അവൻ അമ്മോന്യരെ നേരിട്ടു. യോവാബ് പറഞ്ഞു, സിറിയക്കാർ എന്നെക്കാൾ ശക്തരാണെങ്കിൽ നീ എന്നെ സഹായിക്കണം. അമ്മോന്യർ നിന്നേക്കാൾ ശക്തരായി കണ്ടാൽ ഞാൻ നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണത്തിനും വേണ്ടി നമുക്ക് സുധീരം പോരാടാം. കർത്താവ് നന്മയെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. യോവാബും അനുയായികളും സിറിയക്കാരുടെ നേരെ പുറപ്പെട്ട് അവരെ തോൽപ്പിച്ചോടിച്ചു. സിറിയക്കാർ പലായനം ചെയ്തെന്ന് കണ്ട് അമ്മോന്യർ യോവാബിൻ്റെ സഹോദരനായ അബിഷായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ പ്രവേശിച്ചു. യോവാബ് ജെറുസലമിലേക്ക് മടങ്ങി. തങ്ങൾ ഇസ്രായേല്യരുടെ മുമ്പിൽ പരാജിതരായെന്ന് കണ്ട് സിറിയക്കാർ ദൂതന്മാരെ അയച്ച് യൂഫ്രട്ടീസിന് മറുകരയുണ്ടായിരുന്ന സിറിയക്കാരെ വരുത്തി. ഹദദേസറിന്റെ സേനാനായകൻ ഷോഫാക്ക് ആണ് അവരെ നയിച്ചത്. ദാവീദ് ഇതറിഞ്ഞ് ഇസ്രായേല്യരെ മുഴുവൻ ഒരുമിച്ചുകൂട്ടി ജോർദാൻ കടന്ന് സൈന്യത്തെ അണിനിരത്തി അവർക്കെതിരെ പൊരുതി. സിറിയക്കാർ ഇസ്രായേലിന്റെ മുമ്പിൽ തോറ്റോടി. ദാവീദ് സിറിയക്കാരുടെ 7,000 തേരാളികളെയും 40,000 വരുന്ന കാലാൾപ്പടയെയും സേനാനായകൻ ഷോഫാക്കിനെയും നിഗ്രഹിച്ചു. ഇസ്രായേല്യർ തങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് കണ്ട് ഹദദേസറിന്റെ ദാസന്മാർ ദാവീദുമായി സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. പിന്നീട് സിറിയക്കാർ അമ്മോന്യരെ സഹായിക്കാൻ പോയില്ല. Chapter 19. Afterward, Nahash, king of the Ammonites, died, and his son succeeded him as king. David said, I will show kindness to Hanun the son of Nahash, for his father treated me with kindness. Therefore he sent envoys to him to comfort him over the death of his father. But when David's servants had entered the land of the Ammonites to comfort Hanun, the Ammonite princes said to Hanun, Do you think David is doing this, sending you these consolers to honor your father? Have not his servants rather come to you to explore the land, spying it out for its overthrow?
Thereupon Hanun seized David's servants and had them shaved, and their garments cut off halfway at the hips. Then he sent them away. When David was informed of what had happened to his men, he sent messengers to meet them, for the men had been greatly disgraced. "Remain at Jericho," the king told them, "until your beards have grown again, and then you may come back here." When the Ammonites realized that they had put themselves in bad odor with David, Hanun and the Ammonites sent 1,000 talents of silver to hire chariots and horsemen from Aram Naharaim, from Aram Maacah, and from Zobah. They hired 32,000 chariots along with the king of Maacah and his army, who came and encamped before Medeba. The Ammonites also assembled from their cities and came out for war. When David heard of this, he sent Joab and his whole army of warriors against them. The Ammonites marched out and lined up for battle at the gate of the city, while the kings who had come to their help remained apart in the open field. When Joab saw that there was a battle line both in front of and behind him, he chose some of the best fighters among the Israelites and set them in array against the Arameans. The rest of the army, which he placed under the command of his brother Abishai, then lined up to oppose the Ammonites. And he said, "If the Arameans prove too strong for me, you must come to my help. And if the Ammonites prove too strong for you, I will save you. Hold steadfast, and let us show ourselves courageous for the sake of our people and the cities of our God. Then may the Lord do what seems best to him." Joab therefore advanced with his men to engage the Arameans in battle, but they fled before him. And when the Ammonites saw that the Arameans had fled, they also took to flight before his brother Abishai, and re-entered the city. Joab then returned to Jerusalem. Seeing themselves vanquished by Israel, the Arameans sent messengers to bring out the Arameans from the other side of the river, with Shophak, the general of Hadadezer's army, at their head. When this was reported to David, he gathered all Israel together, crossed the Jordan, and met them. With the army of David drawn up to fight the Arameans, they gave battle. But the Arameans fled before Israel, and David slew 7,000 of their chariot fighters and 40,000 of their foot soldiers. He also killed Shophak, the general of the army. When the vassals of Hadadezer saw themselves vanquished by Israel, they made peace with David and became his subjects. After this, the Arameans refused to come to the aid of the Ammonites.